ഗൈസ് ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ ഇന്ത്യൻ എംബസിയിലല്ല നമ്മുടെ പവർ ഓഫ് അറ്റോർണി അറ്റസ്റ്റ് ചെയ്യുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ UAE വന്നിട്ട് ആദ്യമായിട്ട് ഇന്ത്യൻ എംബസിയിലോട്ട് പോകാൻ പോവാണ്. അതായത് നമ്മൾ എന്തിനാണ് ഇന്ത്യൻ എംബസിയിലോട്ട് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു POV അറ്റസ്റ്റേഷൻ ചെയ്യാനായിട്ടാണ്. POV എന്ന് പറയുമ്പോൾ പവർ ഓഫ് അറ്റോർണി. പവർ ഓഫ് അറ്റോർണി നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. നമുക്ക് എന്തെങ്കിലും ബിസിനസ് പരമായിട്ടുള്ള എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിലോ അതുപോലെ തന്നെ എന്തെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നാട്ടിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പവർ ഓഫ് അറ്റോർണി ഇവിടെ നിന്നും, അതായത് UAE മാത്രമല്ല, നിങ്ങൾ വേറെ ഏത് കൺട്രി ആണെങ്കിലും അവിടെ നിന്ന് നമ്മളൊരു പവർ ഓഫ് അറ്റോർണി അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നാട്ടിൽ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് അബുദാബിയിലാണ്, അത് എല്ലാവർക്കും തന്നെ അറിയാം. അപ്പോൾ അബുദാബിയിൽ, അതായത് UAEയിലുള്ള അബുദാബിയിൽ എങ്ങനെയാണ് POV അറ്റസ്റ്റേഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ സമയം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വെളുപ്പാങ്കാലത്താണ് നമ്മൾ ഇറങ്ങി എംബസിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ എംബസി ഓപ്പൺ ആവുന്നത് 8:30-ക്കാണ്. 8:30 to 12:30 വരെയാണ് ഗൂഗിളിൽ ടൈം കാണിക്കുന്നത്. അതായത് 12:30 വരെ എംബസി കാണത്തുള്ളൂ, ഇന്ത്യൻ എംബസി. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര നേരത്തെ ഇറങ്ങിയത്. ഇപ്പോൾ രാവിലെ 7 മണി ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂർ ട്രാവലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര നേരത്തെ ഇറങ്ങിയത്. ഏതായാലും നമ്മളൊരു 8:15 അവിടെ ചെല്ലുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും നോക്കാം. ഞാൻ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് കൃത്യമായിട്ട് വഴിയൊന്നും അറിയത്തില്ല. ഏതായാലും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കൃത്യമായിട്ടുള്ള സ്പോട്ട് എവിടെയാണെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഏതായാലും എംബസി ഏരിയ ആയതുകൊണ്ട് അവിടെ ഏതായാലും വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഞാൻ നോക്കട്ടെ. അവിടെ ചെന്നിട്ട് ഒന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഏതായാലും ഞാൻ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഗൈസ്, അങ്ങനെ നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഫോണും കാര്യങ്ങളൊന്നും അവർ അലോ ചെയ്യത്തില്ലെന്നാണ് തോന്നുന്നത്. കാരണം ഇവിടെ ഇന്ത്യൻ എംബസി മാത്രമല്ല, വേറെ പല കൺട്രീസിൻ്റെ എംബസിയും കാര്യങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റത്തില്ല. ഫോൺ അലോ ചെയ്തില്ലെന്ന് പറഞ്ഞാൽ വീഡിയോയും കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഏതായാലും ഞാൻ ഇതിൻ്റെ അകത്ത് കയറാൻ പോവാണ്. അകത്ത് കയറിയതിന് ശേഷം അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇറങ്ങിയിട്ട് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഗൈസ്, ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ ഇന്ത്യൻ എംബസിയിലല്ല നമ്മുടെ പവർ ഓഫ് അറ്റോർണി അറ്റസ്റ്റ് ചെയ്യുന്നത്. ഞാൻ നമ്മുടെ ഇന്ത്യൻ എംബസി കയറി അവിടെ ചെന്ന് ചോദിച്ചു എവിടെയാണ് അറ്റസ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അറ്റസ്റ്റ് ചെയ്യുന്നതെന്ന്. ആ സമയത്ത് അവർ എനിക്കൊരു അഡ്രസ്സ് തന്നു. ഈ അഡ്രസ്സിൽ പോവുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അറ്റസ്റ്റേഷൻ ചെയ്തു തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അഡ്രസ്സ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ ഞാൻ അതിനുശേഷം ഈ അഡ്രസ്സിൽ വന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതോ എൻ്റെ ബാക്കിൽ കാണുന്ന ബിൽഡിങ്ങിലാണ് ഈ അറ്റസ്റ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. 7th ഫ്ലോറിലാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ ഈ 7th ഫ്ലോറിൽ പോകുമ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റ്, എന്തൊക്കെ ഡോക്യുമെൻറ്റാണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ട് വേണം, നമ്മുടെ ഒറിജിനൽ എമിറേറ്റ്സ് ID വേണം. പിന്നെ നമ്മുടെ പവർ ഓഫ് അറ്റോർണി ആർക്കാണ് കൊടുക്കുന്നത്, അയാളുടെ, ഇപ്പോൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ അയാളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി വേണം. ഇത്തരം ഡോക്യുമെൻറ്റുകളാണ് വേണ്ടത്. പിന്നെ നമ്മൾ അറ്റസ്റ്റ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ഡോക്യുമെൻറ്റ്, അതായത് പവർ ഓഫ് അറ്റോർണി ഡോക്യുമെൻറ്റും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അവർ തന്നെ അറ്റസ്റ്റ് ചെയ്ത് തരും. ഇപ്പോൾ സമയം 9 മണി ആയതേ ഉള്ളൂ. 10 മണിയാകുമ്പോഴേ നമുക്കിത് അറ്റസ്റ്റ് ചെയ്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ 9 മണിയായപ്പോൾ സംഭവങ്ങളും കാര്യങ്ങളും, അതായത് ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം അവരെല്ലാം ചെക്ക് ചെയ്തു. അവരുടെ ഫ്രണ്ടിലിരുന്ന് തന്നെ നമ്മൾ സൈൻ ചെയ്യണം. സിഗ്നേച്ചർ നമ്മൾ അവരുടെ ഫ്രണ്ടിലിരുന്ന് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് അറ്റസ്റ്റ് ചെയ്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ പോവുക, അവിടെ ചെന്നതിന് ശേഷം നമ്മുടെ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അവിടെ അവരുടെ ഫ്രണ്ടിലിരുന്ന് തന്നെ നമ്മൾ സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞത് 10 മണിയാകുമ്പം കിട്ടുമെന്നാണ്. ഇപ്പോൾ സമയം ഞാൻ 9 മണിയായപ്പോൾ കൊടുത്തു. ഇപ്പോൾ സമയം ഏകദേശം 9:30 ആകാറായിട്ടുണ്ട്. 10 മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റ് കിട്ടുമായിരിക്കും. അപ്പോൾ ശരി കേസ്, ഏതായാലും ഈ പവർ ഓഫ് അറ്റോർണിയൊക്കെ അറ്റസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ എംബസിയിലോട്ട് പോകണ്ട. അതിന് പകരം ഞാൻ ഈ അഡ്രസ്സ് കൊടുക്കാം, അതായത് നമ്മുടെ സ്ക്രീനിൽ കൊടുക്കാം. ഈ അഡ്രസ്സിൽ പോയാൽ മതി. ഇവിടെ പോകുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അറ്റസ്റ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. 10 മണിക്ക് ശേഷം വരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാരില്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ കിട്ടും. ഞാൻ 9 മണിയായപ്പോൾ വന്നതുകൊണ്ടാണ്, ഓഫീസ് ഓപ്പൺ ആയ സമയത്ത് തന്നെ ഞാനിവിടെ വന്നു. അതുകൊണ്ടായിരിക്കും ഇത്ര സമയം എടുക്കുന്നത്. ഏതായാലും നിങ്ങൾ ഇപ്പം അറ്റസ്റ്റേഷനൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, അതായത് POV കാര്യങ്ങളൊക്കെ അറ്റസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ 10 മണിക്ക് ശേഷം വരുവാണെന്നുണ്ടെങ്കിൽ, എനിക്കൊന്നും ആൾക്കാർ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ അറ്റസ്റ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ POI, അതായത് പവർ ഓഫ് അറ്റോർണി അറ്റസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുവാണെങ്കിൽ ഗൂഗിളിൽ ലൊക്കേഷൻ കാണിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ എംബസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവർക്കും തന്നെ നമുക്കൊരു തെറ്റ് പറ്റാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് എനിക്ക് പറ്റിയതുപോലെ ഞാനും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ ഇന്ത്യൻ എംബസിയൊക്കെയാണ് കാണിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ ഇന്ത്യൻ എംബസിയിലോട്ട് പോയത്. പിന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരാൻ പോകുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കമൻ്റ് ആയിരിക്കും, എത്ര രൂപയാണ് എമൗണ്ട് ആയത്, അതായത് അറ്റസ്റ്റേഷൻ ചെയ്യാനായിട്ട് എത്ര രൂപയാണ് എമൗണ്ട് ആയതെന്നുള്ളത്. അതായത് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന പവർ ഓഫ് അറ്റോർണിക്ക് എനിക്കായിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 150 ദിർഹംസിൻ്റെ അടുത്തായിരിക്കും. അതായത് നമ്മൾ ഏത് ഡോക്യുമെൻ്റ് ആണോ അറ്റസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ആ ഡോക്യുമെൻ്റ് അനുസരിച്ചിരിക്കും നമ്മുടെ അറ്റസ്റ്റേഷൻ ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ നോർമലായിട്ടുള്ള ഒരു പവർ ഓഫ് അറ്റോർണിയൊക്കെയാണ് നമ്മൾ അറ്റസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 130 to 150 ദിർഹംസിന് ഉള്ളിൽ നിൽക്കും അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ശരി ഗൈസ്, ഞാൻ ഏതായാലും വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്ട് പോകുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി ഇതുപോലുള്ള പുതിയ UAE അപ്ഡേറ്റ്സും അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.